ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോഴിക്കോടൻ പൊരിച്ച കോഴി ബിരിയാണി എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 1.5 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം. ഇനി അത് മസാല തേക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ നമ്മൾ വിനാഗിരി ഉണ്ടല്ലോ അത് ഒരു ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് മിക്സാക്കുക. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം എല്ലാ സ്ഥലത്തും കൊണ്ട് മസാല പിടിപ്പിക്കുക. അങ്ങനെ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിതാ 1 കിലോ ബിരിയാണി റൈസ് കേക്ക് കുതിർക്കാൻ വേണ്ടി വെച്ചതാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ പൊരിക്കുക. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിലും ഒഴിച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് വേവിക്കുക. അങ്ങനെ ഏകദേശം നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിക്കണ്. ഇനി ആ പാനിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഞാനിവിടെ എടുത്തത് 7 സവാളയും 5 തക്കാളിയും കൂടെയാണ്. അത് ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് നല്ല അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടത് ബിരിയാണി പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ട് നല്ല അങ്ങോട്ട് ഇളക്കി യോജിക്കുക. ഇത് ഞാൻ 7 പച്ചമുളകും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സിയിൽ അടിച്ചെടുത്ത പേസ്റ്റാണ്. അത് അതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരും മല്ലിച്ചപ്പും പുതിനയും കരിവേപ്പിനും കൂടെ ഇട്ട്, പിന്നെ നമ്മൾ നേരത്തെ വെച്ച് ചിക്കൻ ഉണ്ടല്ലോ മാറ്റി വെച്ച് ആ ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കുക. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഇത്തിരി ബിരിയാണി പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ലാസ്റ്റായിട്ട് ബിരിയാണി പൊടി ഇടുമ്പോൾ. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിനായിട്ട് വെള്ളം ഇവിടെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഒരു 2-3 ഗ്രാമ്പൂ, ഒരു 2-3 പട്ട, ഒരു 2-3 ഏലക്കായ, പിന്നെ ആവശ്യത്തിന് നെയ്യും ഒരു ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ച് അതിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ റൈസ് കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് ഇടുന്ന വേവും. അപ്പോൾ ഞാൻ അതിൽ റൈസ് കുക്കറിലേക്ക് ഇത് തിളച്ച് വരുമ്പോൾ നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി കൊടുക്കും. അങ്ങനെ ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നേരെ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി കൊടുത്താൽ അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണിയിലേക്കുള്ള സാലഡും പിന്നെ ചമ്മന്തിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. 2-3 പച്ചമുളക്, ഒരു പിടി ചപ്പ്, ഒരു 4 അല്ലി കരിവേപ്പിനില, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2 അല്ലി ചെറുള്ളി, ഇച്ചിരി വിനാഗിരി, ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു നുള്ളു ഉപ്പിട്ട് നല്ല അടിച്ചെടുക്കും. അങ്ങനെ അത് രണ്ടും കൂടെ സെറ്റായി. ഈ ഒരു പാനിലേക്ക് ഒരു സവാള, കാഷ്യൂനട്ട്, പിന്നെ കിസ്മിസും കൂടെ ഇട്ടിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കുക. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് അതിൽ നെയ്ച്ചോറുണ്ടല്ലോ അത് നമുക്ക് ദമ്മാക്കാൻ വേണ്ടിയിട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി ചപ്പ്, ബിരിയാണി പൊടി, പിന്നെ നേരത്തെ തയ്യാറാക്കിയ കിസ്മിസ് ഒക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം സ്വാദിഷ്ടമായ ചിക്കൻ പൊരിച്ച ബിരിയാണി ഇവിടെ സെറ്റാക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.